ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തിക്കിളിക്കൂടിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗീതുവിനെയായിട്ട് അച്ഛനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് കള്ളം പറഞ്ഞ് കൊണ്ടുവരുവാണ്. അപ്പോൾ അമ്പലത്തിൽ അഖിലും പ്രേമും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അഖിൽ പറയുവാണ്, ഒരു കാരണവശാലും അവളെ ആ വീട്ടിലേക്ക് ഞാൻ കെട്ടിച്ചു വിടില്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ആ ഹരീഷില്ലേ, അവൻ എന്നെ വെല്ലുവിളിച്ചതാ എന്നൊക്കെ പ്രേമിനോട് പറയും കേട്ടോ. അപ്പോൾ പ്രേം പറയും, പോട്ടളിയാ, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, നീ വിഷമിക്കായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അഖിൽ പറയും, നിന്നെപ്പോലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയതുണ്ടല്ലോ, എൻ്റെ ഭാഗ്യമാണ് അളിയാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും അമ്മയും അച്ഛനും നീതും കൂടി അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നീതുവിനോട് എപ്പോഴും ഇല്ലാത്ത പോലത്തെ ഒരു സ്നേഹപ്രകടനം അച്ഛനും അമ്മയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നീതുവിന് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ വാ മോളെ എന്ന് അമ്മ പറയും. അപ്പോൾ നീതു ചോദിക്കും, എന്തോ കള്ളത്തരമുണ്ടല്ലോ, എന്തോ ചുറ്റിക്കളി, എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ രണ്ടുപേരും കൂടി എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, എന്ത് പണി? തൊഴാൻ വരുമ്പോഴെങ്കിലും നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയും. അപ്പോൾ നീതു പറയും, അല്ല, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ തൊഴാൻ വന്നിട്ടൊക്കെ ഒരുപാട് നാളായല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ പറയും. അങ്ങനെ വാ, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും നീതുവിനെയും വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ വന്ന് ഇവർ തൊഴാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നീതു ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹരീഷിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണേ, അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് പൂജകൾ നടത്തിക്കോളാം, ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് പൂജകൾ നടത്തിക്കോളാം എന്ന് നീതു പ്രാർത്ഥിക്കുക. അപ്പോൾ അതേസമയം നീതുവിൻ്റെ അമ്മ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഭഗവാനെ, എൻ്റെ മോളുടെ കല്യാണം ഇന്ന് ബംഗളായിട്ട് നടക്കണേ, അവളൊരു പ്രശ്നം ഉണ്ടാക്കാതെ മിണ്ടാതെ നിന്ന് സഹകരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവരും ഇങ്ങനെ പല നേർച്ചകളൊക്കെ നേരുന്നുണ്ട്. ഇതിന് ശേഷം ഇവരിങ്ങനെ വാ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് വരുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അഖിൽ വരും. അഖിൽ പറയും, നിങ്ങൾ എന്താ വേഗം ഓടി വാ എന്നൊക്കെ പറയും. അപ്പോൾ നീതു പറയും, ഇവനെന്താ ഇവിടെ, എന്തോ 3 പേരും കൂടി എന്തോ എനിക്ക് സംശയം വരുന്നു, എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, ഒന്നും ഇങ്ങോട്ട് നടക്ക് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നടന്നിങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ വരുമ്പോൾ അവിടെ നമ്മുടെ പ്രേമ ഒരു മണവാളിനെ പോലെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നീതുവിനറിയാലോ ഇത് അഖിലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ വേഗം തന്നെ നീതു പറയും, എന്താ ചേട്ടൻ്റെ കല്യാണമാണോ ഇന്ന്? എവിടെ, പെണ്ണെവിടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രേമൊന്നും പറയുന്നില്ല, മിണ്ടാതെ നിൽക്കുക. അപ്പോൾ വേഗം തന്നെ അഖിൽ വേഗം തന്നെ ഇവളെ വിളിച്ചിട്ട്, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വിളിച്ച് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ നീതു പറയുമ്പോൾ, ഇല്ല, ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അന്ന് ആദ്യമേ പറഞ്ഞാൽ പോരെ, ആ പ്രേമിൻ്റെ കല്യാണമെന്ന്, അപ്പോൾ ഞാൻ മിണ്ടാതെ വരൂലേ എന്നൊക്കെ ഇങ്ങനെ നീതു ചോദിക്കും. അപ്പോൾ അഖിൽ പറയും, നീ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് പറയും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് അമ്മയും അച്ഛനും വരും. അപ്പോൾ അവരിങ്ങനെ ഇവളോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയില്ലല്ലോ, ഇവള് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ശങ്കിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അഖിലിനോട് ഇവള് പറയും, അല്ല, പ്രേമിൻ്റെ കല്യാണമുള്ള പക്ഷെ പെണ്ണിനെ വീട്ടുകാരൊന്നും വന്നില്ലേ, അവരൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അഖിലിനകത്ത് ദേഷ്യം കയറിയിട്ട് അഖിൽ പറയും, വന്നു, പെണ്ണാ, നീയാ ആ പെണ്ണ് എന്ന് പറയും. അതോടുകൂടി നീതുവിന് ചിരി വരും കേട്ടോ. നീതു ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും, എന്ത് തമാശ ഇതെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, നിൻ്റെ ഒരു ചിരി, അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നിൻ്റെയും അവൻ്റെയും കല്യാണം എന്ന്, മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, നിനക്ക് ഞങ്ങളോടൊരു സ്നേഹമോ എന്തെങ്കിലും ഒരു സ്നേഹമോ ബഹുമാനം ഉണ്ടെങ്കിൽ നീ ഒന്ന് ഇതിന് സമ്മതിക്കണം എന്ന് പറയും. അപ്പോൾ നീ ഇത് പറയും, അതൊന്നും ഇല്ലല്ലോ, അതിപ്പോഴുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പണ്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ ഇപ്പോൾ ടോർച്ചർ ചെയ്ത് തുടങ്ങിയില്ലേ, അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. എന്നിട്ട് പറയും, നിങ്ങൾ എന്ത് ഭാവിച്ചാ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തല്ലേ, എന്നിട്ടും നിങ്ങളിങ്ങനെ വേറൊരാളായിട്ട് എൻ്റെ കല്യാണം നടത്താനായിട്ട് നടന്നുകൂടുക, എന്നെ കൊന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയും. എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഹരീഷായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയും അച്ഛനും പറയും, നീതു, നിന്നെ ഞങ്ങൾക്ക് ആ കിളിക്കൂട്ടിലേക്ക് വിടാൻ വയ്യ, അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ നിലയ്ക്ക് ചേരില്ല എന്ന് പറയും. അപ്പോൾ നീതു പറയും, പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്ന നമുക്കാണ് നിലയും വിലയും എന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ. അപ്പോൾ അഖിൽ പറയും, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് നീതുവിനെ കൈ പിടിച്ച് വലിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന് അവിടെ പ്രേമം ഇരിക്കേണ്ട. അപ്പോൾ നീതു ഇരിക്കുന്നില്ല കേട്ടോ അടുത്ത്. വേനും ഇവളെ നീതുവിനെ പിടിച്ച് നിർബന്ധിച്ച് അടുത്തിരുത്തുക. അപ്പോൾ നീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രേമിനോട്, ചേട്ടന് നാണമില്ലേ? ചേട്ടന് അറിയാവുന്നതല്ലേ ഞാനും ഹരീഷും തമ്മിൽ ഇഷ്ടമാണെന്ന്, പിന്നെ ചേട്ടൻ എന്തിനാ ഇതിനിങ്ങനെ ഇങ്ങനെ തയ്യാറായേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ, നിങ്ങളെ പറ്റിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ അഖിൽ പറയും, പോട്ടേട്ടോ അളിയ, അവള് ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ പ്രേം പറയേ, അത് സാരില്ല, അതൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ ശരിയായിക്കോളാം എന്ന് പറയും. അപ്പോൾ നീതുവിന് മനസ്സിലായി പ്രേമും കണക്കാന്ന്. അപ്പോൾ വേഗം തന്നെ നീതു പറയും,
ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ ചത്താലും സമ്മതിക്കില്ല, ഇതിന് നടക്കില്ല. അപ്പോൾ പൂജാരി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങും. അപ്പോൾ പറയും നിർത്ത് എന്ന് പറഞ്ഞ് നീതു പൂജാരീനെയും വഴക്ക് പറയാം കേട്ടോ. ഞാനിങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടാട്ടോ. അപ്പോൾ എല്ലാവരും പിടിച്ച് ഇരുത്തും, അച്ഛനും അമ്മയും അഖിലും കൂടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെ അമ്പലത്തിൽ ചെന്ന് നോക്കുകയാണെന്ന്. പൂജയല്ലോ, ശൂലം ത്തിൻ്റെ പൂജയല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഹരീഷും നികേഷും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സുധീഷിന് ശൂലം ആ പൂജ നടത്തുവാണ്. അപ്പോൾ ഒരു കവളി കൂടെ കയറ്റി ഇപ്പുറത്തേക്ക് കൂടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സുധീഷിന് നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയും സുഭാഷും ചാന്ദിനിയും അച്ഛനും അമ്മായിയും സുനന്ദ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വീണ്ടും നമ്മുടെ നീതുവിനെയാണ് കാണിക്കണേ. അപ്പോൾ നീതു ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നീതു വേദന താലിയായിട്ട് പ്രേം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നീതു പറയും നിർത്ത്, ഞാൻ പ്രഗ്നൻ്റാ എന്ന് പറയും. അപ്പോൾ അതോടുകൂടി അഖിൽ പറയും ഇവള് നുണയാന്ന് പറയും. അപ്പോൾ പറയും ഇല്ല വാ, എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമാവണമെങ്കിൽ വാ, എൻ്റെ വയറ്റിലുള്ളത് ഹരീഷിൻ്റെ കുഞ്ഞാ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, സ്കാൻ ചെയ്യണോ, ഹോസ്പിറ്റലിൽ പോകണോ, വാ എന്ന് പറയും. അപ്പോൾ പ്രേമാകെ അയ്യടെ ആയിട്ടോ. അപ്പോൾ പ്രേമ എന്നിട്ട് പറയും ഓഹോ അളിയാ ബൈ 1 get 1 ഫ്രീ ആണല്ലേ, ആ പരിപാടിക്ക് ഞാനില്ല അളിയാ എന്നും പറഞ്ഞ് പ്രേമ എഴുന്നേക്കും. അപ്പോൾ കൂട്ടുകാർ പറയും ഓ കൂടെ കൊണ്ട് നടന്നിട്ട് ചങ്കിനെ ചതിച്ചൂലേ എന്നൊക്കെ ചോദിച്ച് അഖിലിനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ പറയും എടി മഹാഭാബി നീ ഞങ്ങളെ ചതിച്ചല്ലോടി എന്നൊക്കെ പറഞ്ഞ് കരയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നിധിയും സുഭാഷും സുധീഷും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നികേഷ് വന്നിട്ട് പറയും എല്ലാവരെയും കൂടി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും ഓ ഇനിയും എൻ്റെ ശൂലം കുത്താനായിരിക്കുമോ എന്നിങ്ങനെ പറയും. അപ്പോൾ വാ എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വെളിച്ചപ്പാട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നിങ്ങനെ വെളിച്ചപ്പാട് ചോദിക്കും. അപ്പോൾ നിധി ചോദിക്കും ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം എന്നാ നടക്കണേന്ന് ചോദിക്കും. അപ്പോൾ പറയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇനിയിപ്പോൾ മാസത്തിലൊരിക്കൽ ഇവിടെ വരിക, അമ്മേനെ കാണുക, തൊഴുക എന്നൊക്കെ പറയും. എന്നിട്ട് പറയും നടക്കാത്ത കല്യാണം നടക്കും, നടന്നിട്ടും ഉറയ്ക്കാത്ത കല്യാണം നടക്കും എന്നൊക്കെ പറയുമ്പോൾ സുധീഷിന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ കവളത്തൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി ഇങ്ങനെ ഉമ്മർത്തിരിക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നിധി വരും. അപ്പോൾ നിധി ചോദിക്കും സുധീഷിന് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല നിധി, ചെറിയൊരു ഇതുള്ളൂ, അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ നിധി വേഗം തന്നെ സുധീഷിൻ്റെ മുഖം പിടിച്ചിട്ട് നോക്കും. എന്നിട്ട് പറയും ഓ ചെറിയ പാടുള്ളൂ, അവിടുത്തെ ഭസ്മത്തിനൊക്കെ നല്ല ദൈവശക്തിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സുധീഷ് പറയും പിന്നെ താൻ അങ്ങനെ ഒരു നേർച്ച നടന്നത് നന്നായി എന്ന് പറയും. അപ്പോൾ പറയും അതെന്താ എന്ന് ചോദിക്കും. എന്നാലും സുഭാഷ് ഏട്ടന് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയും. അപ്പോൾ നിധി പറയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സുധീഷ് ഇങ്ങനെ ഒരു ഇതിന് തയ്യാറാവുന്നു, അപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയും. അപ്പോൾ സുധീഷ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് പറയും ഇവിടെ തന്നെ ഇരുന്നിട്ടേ എനിക്കെന്തോ ബോറടിക്കുന്നു, നമുക്കൊന്ന് പുറത്ത് പോയാലോ നിധി എന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും എനിക്കും ബോറടിക്കുക എന്ന് പറയും. അന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. പറയും പോവാന്നേ എന്ന് പറയും. അപ്പോൾ സുധീഷിന് ആകെ അത്ഭുതമായിട്ടോ. അപ്പോൾ നിധി പറയും അത്ഭുതപ്പെടണ്ട, ഇയാൾ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ എങ്ങനെ പോകും എന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് ഒരു ഐഡിയ തോന്നും. സുധീഷ് ഒരു ദൂരെ ഇരിക്കുന്ന സൈക്കിൾ കാണിച്ചിട്ട് പറയും നമുക്ക് ആ സൈക്കിളിന് പോകാമെന്ന് പറയും. അപ്പോൾ നിധി പറയും എനിക്ക് സൈക്കിളിൽ കയറിയൊന്നും പരിചയമില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ തന്നെ ശീലിപ്പിക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ ഇവർ. അപ്പോൾ ഇവർ നിധി പുറകിലും സുധീഷ് ചവിട്ടുവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നികേഷും ഹരീഷും അവിടെ നിന്ന് നോക്കുന്നുണ്ട്, കണ്ടോടാ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും എന്ത് തണുത്ത കാറ്റാലേ നിധി എന്ന് പറയും. അപ്പോൾ നിധി പറയും നിങ്ങളെന്താ നിവിൻപോളിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിധി, ഈ ഗ്രാമപ്രദേശമല്ലേ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാവും, നല്ല ശുദ്ധവായു ആയിരിക്കും ഇവിടെ എന്നൊക്കെ പറയും. അപ്പോൾ നിധി പറയും അതെ ഞാനും ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന കേട്ടോ എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും
പിന്നെ എനിക്കറിയാൻ പാടില്ല ആ നാടിനെ പറ്റി എന്നൊക്കെ പറയും. അങ്ങനെ അവരങ്ങനെ പല തമാശകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുഭാഷ് ഏട്ടനും ചാന്ദിനിയും കൂടി അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു വന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.